യെസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് WWE ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്ഡേറ്റ്സ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോൺസൺ റീഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ബ്രോൺസൺ റീഡിൻ്റെ ഫൂട്ടിനൊരു ഇഞ്ചറി സംഭവിച്ചിരുന്നു ഈ ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഇനിയും മെയിലോ ജൂണിലോ അല്ലെങ്കിൽ റസൽമേനിക്ക് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ റസൽമേനിക്ക് കഴിഞ്ഞ ശേഷമേ വരത്തുള്ളൂ എന്ന്. എന്തായാലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ബട്ട് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രോൺസൺ റീഡിൻ്റെ ഇഞ്ചുറി നമ്മൾ വിചാരിച്ചതിനും കുറച്ച് കൂടുതലാണ്. അതായത് ഇതിൻ്റെ സർജറി അത് കുറച്ച് വിഷയമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സർജറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലവണ്ണം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എന്തൊരു പ്രശ്നമാണ്. ആ ഒരു അവസ്ഥയാണ് ബ്രോൺസൺ റീഡിൻ്റെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അല്ല സർജറിയൊക്കെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാകുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അദ്ദേഹം വളരെ മികച്ചൊരു സൂപ്പർ സ്റ്റാറാണ്. അത് ഈ സർവൈവർ സീരീസ് വാർ ഗെയിംസിലൂടെ എനിക്ക് മനസ്സിലായി. സോ എന്തായാലും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നല്ല രീതിയിൽ ആ ഒരു ഇഞ്ചുറിയൊക്കെ പൂർത്തിയാകട്ടെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷാർലറ്റ് ഫ്ലെയർ ബെക്കി ലിഞ്ചുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവരുടെ പ്ലാൻസൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരവരുടെ എന്താ പറയുക ക്രിയേറ്റീവ് ടീമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വേണം ഇനി അടുത്ത WWE തിരിച്ചു വരാനെന്ന്. എന്തായാലും അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എപ്പോഴായിരിക്കും ഇവർ തിരിച്ചു വരുന്നതെന്ന്. എന്തായാലും അതിനുള്ളൊരു ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്യും. അതായത് ഫെബ്രുവരി റോയൽ റംബിൾ നടക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് റിട്ടേൺ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കും. ചിലപ്പോൾ റോയൽ റംബിളിന് മുന്നേയും റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇരുവരുടെയും റിട്ടേണിന് വേണ്ടി. രണ്ടുപേരും എത്രയും പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും റോയൽ റംബിൾ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ചിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഫോളോ ചെയ്യുന്നവരാണ്, WWE സോഷ്യൽ ഹാൻഡിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടൊരു സംഭവമായിരിക്കും. ഇതൊരു പെട്ടി ട്രിപ്പിൾ എച്ച് കോഡ് റോഡ്സിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു ലൈറ്റ് വരുന്നു. സോ എന്നിട്ടത് അടച്ചു വെക്കുന്നു. സോ അതിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് വൺ ടൈം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ക്യാപ്ഷനിലൊക്കെ അങ്ങനെയാണ്. സോ എന്തായാലും അതെന്താണെന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പെട്ടിക്കകത്ത് എന്താണ്, അത് ആ ഒരു ഈഗിൾ ചാമ്പ്യൻഷിപ്പാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കോഡ് റോഡ്സിൻ്റെ ആ ഒരു ഇതെല്ലാവരും ആ ഒരു ഈഗിൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും അതൊരു ഈഗിൾ ചാമ്പ്യൻഷിപ്പാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒറ്റ ദിവസത്തേക്ക് മാത്രം, അതായത് എനിക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലേക്ക് മാത്രമാണെന്ന് തോന്നുന്നു. സോ എന്തായാലും അത് നിങ്ങൾക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലോഗൻ പോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ലോഗൻ പോൾ പറയുകയാണ് ഞാനൊരു അച്ഛനായി, അതുകൊണ്ട് തന്നെ ഞാൻ വിരമിക്കുന്നുവെന്ന്. അതായത് റസ്ലിങ്ങിൽ നിന്നൊക്കെ വിരമിക്കുന്നുവെന്നാണ് ഇപ്പോൾ ലോഗൻ പോൾ ഒരു പോഡ്കാസ്റ്റിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഒരാൾ അച്ഛനായി കഴിഞ്ഞാൽ വിരമിക്കുമോ എനിക്കറിയില്ല. ഒരു പക്ഷേ ഇതിൻ്റെ ആ ഒരു ബോഡിയൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. കാരണം അത് അല്ലാതെ തന്നെ അതിന് പൈസ കിട്ടും, അല്ലാതാണ് അദ്ദേഹത്തിൻ്റെ കരിയർ പ്രൊഫഷൻ എന്നൊക്കെ പറയുന്നത്. സോ എന്തായാലും US ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു, അത് കൂടുതലൊക്കെ വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് അതിനെക്കാട്ടിയൊക്കെ നല്ല മാച്ച് അദ്ദേഹത്തിന് വരുമെന്നാണ്. കാരണം മാച്ചൊക്കെ കാണാൻ നല്ല രസമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല. നല്ല രീതി, അത് WWE റെസ്ലേഴ്സിനെക്കാട്ടിയൊക്കെ വളരെ മികച്ച രീതി അദ്ദേഹം ഫൈറ്റ് ചെയ്യുമെന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലോഗൻ പോൾ റിട്ടയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് WWE റോയുടെ വ്യൂവർഷിപ്പ് നോക്കാം. എന്തായാലും WWE റോയുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് അത്ര മികച്ചൊരു വ്യൂവർഷിപ്പ് അല്ല. 1.3 മില്യൺ വ്യൂവർഷിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോളോ ഓൺ എപ്പിസോഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനൊരു വ്യൂവർഷിപ്പ് WWE റോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സോ എന്തായാലും അത്ര നല്ല വ്യൂവർഷിപ്പ് അല്ല. കാരണം 1.87 വന്നിരുന്നൊരു വ്യൂവർഷിപ്പായിരുന്നു, ഇപ്പം 1.34 നിൽക്കുകയാണ്. സോ WWE ഡൗൺഫാൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൊക്കെ പോകുമ്പോൾ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ എന്തായാലും നെറ്റ്ഫ്ലിക്സിനെ സ്വീകരിക്കാൻ എല്ലാവരും വളരെ നല്ല രീതിയിൽ കാത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നൊക്കെ എന്താ പറയുക കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇനോഗ്രൽ വുമൺസ് US ചാമ്പ്യൻ ആരായിരിക്കുമെന്ന്. എന്തായാലും അതിനൊരു ഉത്തരവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സ്പോയിലർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി ചെൽസി ഗ്രീൻ ആയിരിക്കും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെൽസി ഗ്രീൻ വുമൺസ്, അതായത് US വുമൺസ് ചാമ്പ്യൻ ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു US ചാമ്പ്യൻഷിപ്പ് തന്നെ വേണോ എന്നൊരു വലിയ ഡൗട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വുമൺസ് സൂപ്പർ സ്റ്റാർസ് ഇപ്പോൾ കൂടുതലാണ്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം കൊണ്ടുവന്നത്. പിന്നെ IC ചാവിറ്റിലും വരുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സോ എന്തായാലും വരട്ടെ, അല്ലാതെ നമുക്ക് എന്ത് പറയാനാണ്. എന്തായാലും ചെൽസി ഗ്രീൻ ചാമ്പ്യൻ ആകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അയാൾ നല്ലതാണ്, കാരണം നല്ല രീതിയിൽ ചെൽസി ഗ്രീൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ റസ്ലിംഗ് അല്ലെന്ന് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. സോ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.